വെൽക്കം ടു എഞ്ചിനീയറിംഗ് ABCD. അപ്പോൾ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ചെയ്തു വെച്ചത് സെൻട്രോയിഡ് എന്ന് പറയുന്ന കോൺസെപ്റ്റിലെ ഒരു 2 ന്യൂമറിക്കൽസ് ആയിരുന്നു. അപ്പോൾ ഇന്ന് അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് നമുക്കൊരു കുറച്ചുകൂടെ ന്യൂമറിക്കൽസ് ചെയ്യാം. ഈ ന്യൂമറിക്കൽസ് എല്ലാം തന്നെ KTU യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ച ന്യൂമറിക്കൽസ് ആണ്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സെൻട്രോയിഡ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്കറിയാവുന്നതുപോലെ ഫസ്റ്റ് കാര്യം ചെയ്യേണ്ടത് നമുക്ക് ഈ ഒരു കോംപ്ലക്സ് ഫിഗറിനെ നോൺ ഫിഗേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് നമുക്ക് നോൺ ഫിഗേഴ്സ് ആയിട്ടുള്ളത് ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ഉണ്ട്, ഒരു സർക്കിൾ ഉണ്ട്, ഒരു റെക്റ്റാങ്കിൾ ഉണ്ട്. അപ്പോൾ നമുക്ക് 3 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് അറിയേണ്ടത് ഈ സർക്കിൾ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ഹോളാണ്. അപ്പോൾ ഈ ഒരു ഫിഗറിൽ നിന്ന് സർക്കിൾ ഹോൾ റിമൂവ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് 3 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ബോഡി എന്ന് പറയുന്നത് ഞാൻ കൺസിഡർ ചെയ്യുന്ന ഈ ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളാണ്. സെക്കൻഡ് ബോഡി ആയിട്ട് ഞാൻ കൺസിഡർ ചെയ്യുന്നത് ഈ ഒരു റെക്റ്റാങ്കിളാണ്. തേർഡ് ബോഡി ആയിട്ട് ഞാൻ കൺസിഡർ ചെയ്യുന്നത് ഈ ഒരു സർക്കിളാണ്. ഇനി ഓരോ ബോഡിയുടെയും സെൻട്രോയിഡ്, അതായത് x1, y1, a1 ഈ 3 ക്വാണ്ടിറ്റീസ് നമ്മൾ കണ്ടെത്തുക. അപ്പോൾ ഫസ്റ്റ് ബോഡി ഞാൻ എടുക്കുകയാണ്. അപ്പോൾ അതിനു മുന്നേ നമുക്കറിയാം സെൻട്രോയിഡ് കണ്ടുപിടിക്കാനായിട്ടുള്ള ബേസിക് ഐഡിയ എന്ന് പറയുന്നത് നമ്മൾ ആദ്യം ഒരു റെഫറൻസ് ആക്സിസ് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ റെഫറൻസ് ആക്സിസ് എന്ന് പറയുന്നത് ബോട്ടം മോസ്റ്റ് പോയിന്റിൽ കൂടെ പോകുന്നതാണ് നമ്മുടെ x ആക്സിസ്, ലെഫ്റ്റ് മോസ്റ്റ് പോയിന്റിൽ കൂടെ പോകുന്നതാണ് നമ്മുടെ y ആക്സിസ്. അപ്പോൾ ഞാൻ എക്സും വൈയും സെലക്ട് ചെയ്തു. വിത്ത് റെസ്പെക്ട് ടു ദിസ് ആക്സിസ് x1 ആൻഡ് y1, x2, y2, x3, y3 ഈ 3 കാര്യങ്ങളാണ് നമുക്ക് മെഷർ ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം നോക്കാം, ആദ്യത്തെ ബോഡി നമുക്ക് വരയ്ക്കാം. ആദ്യത്തെ ബോഡിയിൽ ഞാൻ റെഫറൻസ് ആക്സിസ് വരച്ചു. അതിനുശേഷം ആദ്യത്തെ ബോഡി ഇതാണ് ആദ്യത്തെ ബോഡി എൻ്റെ. ഓക്കെ, അപ്പോൾ ഈ ബോഡിയുടെ സെൻട്രോയിഡ് എനിക്കറിയാം ഈ ഫ്ലാറ്റിൽ നിന്ന് ഈ ഒരു ഡിസ്റ്റൻസിലായിരിക്കും. അപ്പോൾ ഈ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ ഫ്ലാറ്റിൽ നിന്ന് ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ആക്ച്വലി ഈ ഡിസ്റ്റൻസ്, അതായത് ഈ ഹൈറ്റിൻ്റെ അല്ലെങ്കിൽ ഈ വിഡ്ത്തിൻ്റെ /3 ആയിരിക്കും. അതായത് ഈ വിഡ്ത്ത് എന്ന് പറയുന്നത് 9 ആണ്. അപ്പോൾ 9/3 ആയിരിക്കും ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അതേപോലെ ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ ടോട്ടൽ ഹൈറ്റിൻ്റെ /3 ആയിരിക്കും. അതായത് 6/3 ആയിരിക്കും. ഓക്കെ, അപ്പോൾ എനിക്ക് വേണ്ടത് റെഫറൻസ് ആക്സിസിൽ നിന്ന് സെൻട്രോയിഡ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ഞാൻ ഇവിടെ x1 എന്ന് പറയുന്നത് y ആക്സിസിൽ നിന്ന് സെൻട്രോയിഡ് വരെയുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ y ആക്സിസിൽ നിന്ന് സെൻട്രോയിഡ് വരെയുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? 9/3 ആണ്. അതായത് 9/3 ആണ്. അത് = 3 ആയിരിക്കും. ഇനി y1 എന്ന് പറയുന്നത് എന്തായിരിക്കും? x ആക്സിസിൽ നിന്ന് സെൻട്രോയിഡ് വരെയുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ x ആക്സിസിൽ നിന്ന് ഈ ട്രയാങ്കിളിൻ്റെ ബേസ് വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 6 ആണ്. അതിൻ്റെ കൂടെ ഒരു 6/3 കൂടെ ആഡ് ചെയ്യണം. അതായത് 6 + 6/3, 6 + 2 അതായത് 8 എന്ന് വരും. ഇനി അടുത്ത് ഇതിൻ്റെ ഏരിയ ഓഫ് ട്രയാങ്കിൾ എനിക്കറിയാം, ½ × b × h ആണ്. b 9, h എന്ന് പറയുന്നത് 6 ആണ്. ½ × 9 × 6 ആണ്. അപ്പോൾ ഇതാണ് x1, y1 ആൻഡ് a1. ഇനി അടുത്ത സെക്കൻഡ് ഫിഗർ. അപ്പോൾ സെക്കൻഡ് ഫിഗർ നോക്കാം. സെക്കൻഡ് ഫിഗറിന് വേണ്ടിയിട്ട് ഞാൻ ഈ റെക്റ്റാങ്കിളാണ് വരയ്ക്കുന്നത്. ഞാൻ റെഫറൻസ് ആക്സിസ് വരച്ചു കഴിഞ്ഞു ഓൾറെഡി. അത് കഴിഞ്ഞിട്ട് റെക്റ്റാങ്കിളും വരച്ചു. എനിക്കറിയാം റെക്റ്റാങ്കിളിൻ്റെ സെൻട്രോയിഡ് എന്ന് പറയുന്നത് L/2 B/2 അപ്പോൾ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ആക്ച്വലി എത്ര ആയിരിക്കും? 9/2 ആയിരിക്കും. ഈ ഹൈറ്റ് എന്ന് പറയുന്നത് ആക്ച്വലി എത്ര ആയിരിക്കും? 6/2 ആയിരിക്കും. അപ്പോൾ എനിക്ക് x2 എന്ന് പറയുന്നത് y ആക്സിസിൽ നിന്ന് സെൻട്രോയിഡ് വരെയുള്ള ഡിസ്റ്റൻസ്, അതായത് 9/2 ആണ്. അത് 4.5. ഇനി y2 എന്ന് പറയുന്നത് എത്രയാണ്? 6/2 അതായത് 3. ഇനി a2 എന്ന് പറയുന്നത് ഏരിയ ഓഫ് ദി റെക്റ്റാങ്കിൾ, 6 × 9. അപ്പോൾ ഇതാണ് എനിക്ക് x2, y2 ആൻഡ് a2 കിട്ടുന്നത്. ഇനി തേർഡ് ഫിഗർ എന്ന് പറയുന്നത് അത് ഏതിൽ നിന്ന് മൈനസ് ചെയ്യേണ്ടതാണ്? ആക്ച്വലി ഈ 2 ഫിഗേഴ്സിൽ നിന്ന് മൈനസ് ചെയ്യേണ്ടതാണ്. അപ്പോൾ തേർഡ് ഫിഗർ നോക്കാം. തേർഡ് ഫിഗർ എന്ന് പറയുന്നത് ഞാൻ ആദ്യം റെഫറൻസ് ആക്സിസ് വരച്ചു. ഇവിടെ ഞാനൊരു സർക്കിൾ വരച്ചു. ഈ സർക്കിളിൻ്റെ റേഡിയസ് തന്നിട്ടുണ്ട് ആക്ച്വലി ക്വസ്റ്റ്യനിൽ. റേഡിയസ് എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, അപ്പോൾ സർക്കിളിൻ്റെ റേഡിയസ് എനിക്കറിയാം 1 ആണ്. ഇതിൻ്റെ സെൻട്രോയിഡ് എന്ന് പറയുന്നത് ഈ പോയിന്റിൽ വരും. ഈ പോയിന്റിൽ നിന്നുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇവിടം തൊട്ട് ഇവിടം വരെ 6 ആണ്. ഇവിടം തൊട്ട് ഇവിടം വരെ 5 ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ y ആക്സിസിൽ നിന്ന് ഇതുവരെയുള്ള ഡിസ്റ്റൻസ് എത്ര ആയിരിക്കും? ടോട്ടൽ 9 ആണ്. ഇവിടം തൊട്ട് ഇവിടം വരെ 5 ആണ്. അപ്പോൾ ബാക്കി എന്ന് പറയുന്നത് 4 ആയിരിക്കും. ഓക്കെ, അപ്പോൾ x3 എന്ന് പറയുന്നത് 4 ആയിരിക്കും.
y3 എന്ന് പറയുന്നത് 6 ആയിരിക്കും. ഇനി a3 എന്ന് പറയുന്നത് πr², പൈ ഇൻറ്റു 1² ആയിരിക്കും. ഓക്കെ, നമുക്ക് എക്സ് ബാറിൻ്റെ ഇക്വേഷൻ അറിയാം. എക്സ് ബാർ എന്ന് പറയുന്നത് a1x1 പ്ലസ് a2 x2 മൈനസ് a3 x3 ഡിവൈഡ് ബൈ a1 പ്ലസ് a2 മൈനസ് a3. അതേപോലെ y ബാർ എന്ന് പറയുന്നത് a1 y1 പ്ലസ് a2 y2 മൈനസ് a3 y3 ഡിവൈഡ് ബൈ a1 പ്ലസ് a2 മൈനസ് a3 എന്നാണ്. അപ്പോൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എക്സ് ബാർ ഈക്വൽ ടു എനിക്ക് കിട്ടാൻ പോകുന്നത് 27 ഇൻറ്റു 3 മൈനസ് 54 ഇൻറ്റു 4.5 മൈനസ് പ്ലസ് 4.5 5 ഇൻറ്റു 1² ഇൻറ്റു 4 ഡിവൈഡ് ബൈ 27 പ്ലസ് 54 മൈനസ് 5 ഇൻറ്റു 1². ഇതിൻ്റെ ആൻസർ കിട്ടാൻ പോകുന്നത് 4 എന്നാണ്. അതേപോലെ y ബാർ എന്ന് പറയുന്നത് 27 ഇൻറ്റു 8 പ്ലസ് 54 ഇൻറ്റു 3 മൈനസ് 5 ഇൻറ്റു 1² ഇൻറ്റു 6 ഡിവൈഡ് ബൈ 27 പ്ലസ് 54 മൈനസ് 5 ഇൻറ്റു 1². അത് ആൻസർ കിട്ടാൻ പോകുന്നത് 4.61. ഓക്കെ, അപ്പോൾ എനിക്ക് എക്സ് ബാറും ഈക്വൽ ടു 4 എന്നും y ബാർ ഈക്വൽ ടു 4.61 എന്നും കിട്ടി. അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഫൈനൽ ഫിഗറിൽ വരയ്ക്കാവുന്നതാണ്. 4 എന്ന് പറയുന്നത് എക്സ് ബാർ ആണ്, അതായത് y ആക്സിസിൽ നിന്ന് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആണ് കാണിച്ചിരിക്കുന്നത്. അതാണ് ഇവിടെ നിന്ന് ഏകദേശം ഇതിൻ്റെ സെൻറ്ററിൽ നിന്നും ഇപ്പോൾ ലെഫ്റ്റിലേക്ക് വരും, ഏതാണ്ട് ഈ പോയിന്റിലേക്ക് വരും. ഈ സെൻറ്റർ തന്നെയാണ്, ഈ ലൈനിൽ തന്നെ ആയിരിക്കും വരുന്നത്. ഇനി 4.61 എന്ന് പറയുന്നത് ഇവിടെ നിന്ന് മോളോട്ടേക്ക് 4.61, ഇവിടെ തൊട്ട് ഇവിടം വരെ 6 ആണ്. അപ്പോൾ ഏതാണ്ട് ഈ പോയിന്റിലേക്കായിരിക്കും വരുന്നത്. അപ്പോൾ ഇതായിരിക്കും ഇതിൻ്റെ എക്സ് ബാറും ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് ആയിരിക്കും ഇതിൻ്റെ y ബാർ. ഓക്കെ, അത് വേണമെങ്കിൽ അവസാനം ഈ ഫിഗർ വരച്ചിട്ട് മാർക്ക് ചെയ്യാവുന്നതാണ്. സോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെ തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു കോംപ്ലക്സ് ഫിഗറാണ്. ഈ കോംപ്ലക്സ് ഫിഗറിനെ നമുക്ക് നോൺ ആയിട്ടുള്ള ഫിഗേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഫിഗർ ഞാൻ കൺസിഡർ ചെയ്യുന്നത് ഇങ്ങനെ ഒരു ഇതാണ് ഫസ്റ്റ് ഫിഗർ. സെക്കൻഡ് ഫിഗർ ഞാൻ കൺസിഡർ ചെയ്യുന്നത് ഇതാണ് എൻ്റെ സെക്കൻഡ് ഫിഗർ. തേർഡ് ഫിഗറായിട്ട് ഞാൻ കൺസിഡർ ചെയ്യുന്നത് ഇതാണ്. ഓക്കെ, ഇനി ലെഫ്റ്റ് മോസ്റ്റിൽ പാസ് ചെയ്യുന്ന y ആക്സിസ്, ബോട്ടം മോസ്റ്റിൽ പാസ് ചെയ്യുന്ന എൻ്റെ എക്സ് ആക്സിസ്. ഇനി ഫസ്റ്റ് ഫിഗറിൻ്റെ x1 y1 ആൻഡ് a1. അപ്പോൾ ഫസ്റ്റ് ഫിഗർ എന്ന് പറയുന്നത് ഒരു റെക്റ്റാങ്കിളാണ്. റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും നോക്കിക്കോളാം. ലെങ്ത്ത് എന്ന് പറയുന്നത് 10, ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 2.5. ഓക്കെ, അപ്പോൾ അതിൻ്റെ x1 y1 നോക്കാം. അപ്പോൾ x1 എന്ന് പറയുന്നത് വൈയിൽ നിന്ന് ഫസ്റ്റ് ഫിഗറിൻ്റെ സെൻട്രോയിഡ് വരെയുള്ള ഡിസ്റ്റൻസ്. സെൻട്രോയിഡ് എന്ന് പറയുന്നത് കറക്റ്റ് ഇതിൻ്റെ സെൻറ്ററിലായിരിക്കും, 10ൻ്റെ പകുതിയിലായിരിക്കും, അതായത് 5-ലായിരിക്കും. അപ്പോൾ x1 എന്ന് പറയുന്നത് 5 ആയിരിക്കും. y1 എന്ന് പറയുന്നത് എക്സ് ആക്സിസിൽ നിന്ന് ഇതിൻ്റെ സെൻട്രോയിഡ് വരെയുള്ള ഹൈറ്റാണ്. എക്സ് ആക്സിസിൽ നിന്ന് ബേസ് വരെ 25 ആണ്. 25യുടെ കൂടെ 2.5യുടെ പകുതിയും കൂടെ കൂട്ടണം, അതായത് 25 പ്ലസ് 2.5/2. ഇനി a1 എന്ന് പറയുന്നത് ഇതിൻ്റെ ഏരിയയാണ്. ഏരിയ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 10 2.5 ആണ്, 10 ഇൻറ്റു 2.5. ഇനി അടുത്ത സെക്കൻഡ് ഫിഗർ നോക്കാം. സെക്കൻഡ് ഫിഗർ എന്ന് പറയുന്നത് സെക്കൻഡ് ഫിഗറിൻ്റെ ഡയമെൻഷൻ നോക്കിക്കോളാം. ഞാൻ എന്താ സെക്കൻഡ് ഫിഗറിനെ കട്ട് ചെയ്തിരിക്കുന്നത് ഇവിടെ നിന്നാണ്. സോ ഇത്രയും 5 ആണ് തന്നിട്ടുണ്ട്, 5 ആണ്. ഓക്കെ, അപ്പോൾ 5 ഞാൻ 25ൽ നിന്ന് കുറയ്ക്കണം. അപ്പോൾ ബാക്കി എത്ര വരുന്നത് 20 ആണ്. അപ്പോൾ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ തെറ്റാതെ കാൽക്കുലേറ്റ് ചെയ്യണം. 20 ഇൻറ്റു 2.5 ആയിരിക്കും a2 വരുന്നത്. ഓക്കെ, അപ്പോൾ x2 നോക്കാം. x2 എന്ന് പറയുന്നത് വൈയിൽ നിന്ന് ഇതിൻ്റെ സെൻട്രോയിഡ് വരെയുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ ഇതിൻ്റെ സെൻട്രോയിഡ് എന്ന് പറയുന്നത് ഇതിപ്പോൾ 20 ആണെന്നുണ്ടെങ്കിൽ 20യുടെ കറക്റ്റ് പകുതിയിൽ വരും. അപ്പോൾ ഞാൻ 2 മാറ്റിയാണ് ജസ്റ്റ്. അപ്പോൾ കറക്റ്റ് ഈ പകുതിയിൽ വരും, അതായത് ഈ 2.5യുടെ പകുതിയിലും ഈ 20യുടെ കറക്റ്റ് പകുതിയിലും വരും. ഓക്കെ, അപ്പോൾ ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസാണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എനിക്കറിയാം ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് 10 ആണ്. 10ൽ നിന്ന് 2.5യുടെ പകുതി കുറച്ചാൽ മതിയാവും, അതായത് 10 മൈനസ് 2.5/2. ഇതായിരിക്കും x2. ഇനി y2 എന്തായിരിക്കും? y2 എന്ന് പറയുന്നത് എക്സിൽ നിന്ന് ഇതിൻ്റെ സെൻട്രോയിഡ് വരെയുള്ള ഹൈറ്റ്. അതായത് എനിക്കറിയാം ഇവിടം തൊട്ട് ഇവിടം വരെ 5 ആണ്, ഇവിടം തൊട്ട് ഇവിടം വരെ എത്രയാണ് 20 ആണ്. അപ്പോൾ 20യുടെ പകുതി അതായത് 10. അപ്പോൾ ഇത്രയും ഹൈറ്റ് എന്ന് പറയുന്നത് 10 ആയിരിക്കും, ഇത്രയും ഹൈറ്റ് 10 ആയിരിക്കും. 10 + 5 15 ആയിരിക്കും അതിൻ്റെ y2. 5 +
20/2 എന്ന് എഴുതാം, അതായത് 15. ഇനി A2 എന്ന് പറയുന്നത് എത്രയായിരിക്കും? A2 ഞാൻ പറഞ്ഞ പോലെ ഇതിൻ്റെ ഡയമെൻഷൻ നോക്കുക, 20 ആണ് അതിൻ്റെ ലെങ്ത്ത്, ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 2.5 ആണ്. അപ്പോൾ A2, അപ്പോൾ x1 y1 a1, x2 y2 a2, അതേപോലെ ഇനി x3 y3 a3 കൂടെ കണ്ടുപിടിക്കണം. അപ്പോൾ x3 എന്ന് പറയുന്നത് ഇതാണ് തേർഡ് ഫിഗർ. തേർഡ് ഫിഗറിൻ്റെ സെൻട്രോയിഡ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഇവിടെ വരും. അതായത് ഇത് 25 ആണെങ്കിൽ 25യുടെ കറക്റ്റ് പകുതി, അതായത് 12.5 ആയിരിക്കും ഈ ഡിസ്റ്റൻസ്. ഓക്കെ, 12.5 ആയിരിക്കും ഈ ഡിസ്റ്റൻസ്. അപ്പോൾ ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് ആണ് എനിക്ക് വേണ്ടത്. ഓക്കെ, അപ്പോൾ അതെങ്ങനെ നോക്കാം. അതായത് നോക്കുക, ഇത്രയും ഡിസ്റ്റൻസ് 10 ആണ്, ഇത്രയും ഡിസ്റ്റൻസ് 2.5 ആണ്. അപ്പോൾ ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് എത്ര ആയിരിക്കും? 10 - 2.5 ആയിരിക്കും, അതായത് 7.5 ആയിരിക്കും. അപ്പോൾ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 7.5, ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 12.5. അപ്പോൾ വൈയിൽ നിന്ന് സെൻട്രോയിഡ് വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 7.5 + 12.5. ഈ 7.5 എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസ് ആണ്. അത് കിട്ടിയത് 10ൽ നിന്ന് 2.5 കുറച്ചപ്പോഴാണ്. ഇനി ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 25യുടെ പകുതിയാണ്, 12.5. ഇനി y3 എന്ന് പറയുന്നത് എക്സിൽ നിന്ന് ഇതിൻ്റെ സെൻട്രോയിഡ് വരെ, എക്സിൽ നിന്ന് സെൻട്രോയിഡ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് 5ൻ്റെ പകുതിയിലായിരിക്കും, അത് 5/2 ആയിരിക്കും. ഇനി A3 എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഇതിൻ്റെ ഡയമെൻഷൻ നോക്കുക, 25 × 5 ആണ്. അപ്പോൾ 25 × 5. ഇനി നമുക്ക് ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇതിനകത്ത് ഏതെങ്കിലും സബ്ട്രാക്ട് ചെയ്യേണ്ട ഫിഗർ ഉണ്ടോ? ഇത് കമ്പാരിറ്റീവ്ലി ഈസി ആയിട്ട് ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നു. അപ്പോൾ സബ്ട്രാക്ട് ചെയ്യേണ്ട കാര്യമുണ്ടോ? സബ്ട്രാക്ട് ചെയ്യേണ്ട കാര്യമില്ല, എല്ലാം അഡീഷൻ തന്നെയാണ്. 1ഉം 2ഉം 3ഉം ആഡ് ചെയ്യാനാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കറിയാം എക്സ് ബാറിൻ്റെ ഇക്വേഷൻ a1 x1 + a2 x2 + a3 x3 ഡിവൈഡഡ് a1 + a2 + a3. അതേപോലെ y ബാർ എന്ന് പറയുന്നത് നമുക്കറിയാം a1 y1 + a2 y2 + a3 y3 ഡിവൈഡഡ് a1 + a2 + a3. അപ്പോൾ ഇതിൽ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നത്, സോ നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എക്സ് ബാർ = 15.3125, അതേപോലെ y ബാർ = 8.59375 ആണ് അടുത്ത ഫിഗർ. അപ്പോൾ ഈ അടുത്ത ഫിഗറിൽ നമുക്ക് നോൺ ആയിട്ടുള്ള 3 ഫിഗേഴ്സായിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ ആദ്യം വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു റെക്റ്റാങ്കിളാണ്. ആ വലിയ റെക്റ്റാങ്കിൾ 150/150 ആയിട്ടുള്ള വലിയ റെക്റ്റാങ്കിൾ, ആ റെക്റ്റാങ്കിളിൽ നിന്ന് ചെറിയൊരു ട്രയാങ്കിൾ കട്ടൗട്ട് ചെയ്തിരിക്കുകയാണ്, ഈ ട്രയാങ്കിൾ. അപ്പോൾ ഇതാണ് സെക്കൻഡ് ഫിഗർ. ഫസ്റ്റ് ഫിഗർ എന്ന് പറയുന്നത് ആ വലിയ റെക്റ്റാങ്കിളാണ്. ഓക്കെ, സെക്കൻഡ് ഫിഗർ എന്ന് പറയുന്നത് ഈ ട്രയാങ്കിളാണ്. ഇനി തേർഡ് ഫിഗർ എന്ന് പറയുന്നത് അതിൽ നിന്ന് വീണ്ടും ഒരു സെമി സർക്കിൾ കട്ടൗട്ട് ചെയ്തിരിക്കുകയാണ്, അതാണ് അതിൻ്റെ തേർഡ് ഫിഗർ. അപ്പോൾ ഇതാണ് തേർഡ് ഫിഗർ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഫിഗർ, അതിൽ നിന്ന് സെക്കൻഡ് ഫിഗറും തേർഡ് ഫിഗറും സബ്ട്രാക്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ നമ്മുടെ എക്സ് ബാറിൻ്റെ ഇക്വേഷൻ എന്തായിരിക്കും? a1 x1 - a2 x2 - a3 x3 ഡിവൈഡഡ് a1 - a2 - a3. അതേപോലെ തന്നെ y ബാറിൻ്റെ ഇക്വേഷനും അതുപോലെ തന്നെ വരും. റെക്റ്റാങ്കിൾ, ഈ റെക്റ്റാങ്കിളിൻ്റെ x1 y1 നോക്കാം. x1 എന്ന് പറയുന്നത് 150/2ഉം y1 എന്ന് പറയുന്നത് 150/2ഉം. നമ്മൾ റെഫറൻസ് ആക്സിസ് ആയിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത് ബോട്ടം മോസ്റ്റ് ഫിഗറിൻ്റെ, ടോട്ടൽ ഫിഗറിൻ്റെ ബോട്ടം മോസ്റ്റിൽ കൂടെ പാസ് ചെയ്യുന്നതാണ് എക്സ്, ലെഫ്റ്റ് മോസ്റ്റിൽ കൂടെ പാസ് ചെയ്യുന്നതാണ് y. അപ്പോൾ ആ ഐഡിയ മനസ്സിൽ വെച്ചുകൊണ്ട് നോക്കുക. അപ്പോൾ ഇതിൽ x1 എന്ന് പറയുന്നത് 150/2 കിട്ടി, അതായത് 75 കിട്ടും. y1 എന്ന് പറയുന്നത് എത്ര കിട്ടും? 150/2, അതായത് 75 കിട്ടും. ഇനി a1 എന്ന് പറയുന്നത് ഏരിയ ഓഫ് ദിസ് റെക്റ്റാങ്കിൾ 150 × 150. ഓക്കെ, ഇനി അടുത്തത് സെക്കൻഡ് ഫിഗറാണ്. അപ്പോൾ ഈ സെക്കൻഡ് ഫിഗറിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ x1 എന്ന് പറയുന്നത് ഈ ഫ്ലാറ്റിൻ്റെ /3 ആയിരിക്കും, ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ 50/3 ആയിരിക്കും ഫ്രം ദിസ് സൈഡ്. അതായത് x2 എന്ന് പറയുന്നത് 50/3 ആയിരിക്കും. y2 എന്ന് പറയുന്നത്, y2 നോക്കിക്കഴിഞ്ഞാൽ കാണാം ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 100 ആണ്. ഇതിപ്പോൾ ഷാർപ്പ് സൈഡാണ്. ഷാർപ്പ് സൈഡിൽ നിന്ന് അങ്ങോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ 2 × 100/3, 2h/3 നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, 2h/3. അപ്പോൾ 2 × 100/3 ആണ് ഇവിടെ തൊട്ട് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ്. അതിൻ്റെ കൂടെ 50 കൂടെ കൂട്ടണം, അതായത് 50 + 2 × 100/3, ഇതായിരിക്കും y2. ഇനി a2 എന്ന് പറയുന്നത് ഹാഫ് BH ആണ്, ഹാഫ് × 50 × 100. അപ്പോൾ ഇതിൽ 100 എങ്ങനെ കിട്ടി നോക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നോക്കാം. ഇത് ടോട്ടൽ റെക്റ്റാങ്കിൾ ഉണ്ടായിരുന്നു, ടോട്ടൽ റെക്റ്റാങ്കിളിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ 150/150 ആണ്. സോ ടോട്ടൽ 150 ആണ്. 150ൽ നിന്ന് 50 കഴിച്ച് കഴിഞ്ഞാൽ ബാക്കി എത്ര ആയിരിക്കണം? 100 ആയിരിക്കണം. അപ്പോൾ ഈ ഹൈറ്റ് എന്ന് പറയുന്നത് 100 ആണ്. ടോട്ടൽ 150 ആണ്. ടോട്ടൽ 150ൽ 100 കഴിച്ച് കഴിഞ്ഞാൽ ബാക്കി
ഇതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് എത്ര ആയിരിക്കണം? 50 ആയിരിക്കണം. അങ്ങനെയാണ് ഇത് 15 ഇത് 100 എന്ന് കിട്ടിയത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഈ ഫിഗർ വരുന്നത്. ഇനി അടുത്ത തേർഡ് നോക്കാം. x3യും y3യുമാണ് വേണ്ടത്. x3 എന്ന് പറയുന്നത് ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് ആണ് x3. അപ്പോൾ x3 എന്ന് പറയുന്നത് എന്തായിരിക്കും? അതായത് ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 150 ആണ്. അപ്പം 150യിൽ നിന്ന് 4r/3π കുറയ്ക്കുക. ശരിയല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട് 4r/3π. r എന്ന് പറയുന്നത് 50 ആണ്. സോ 150 മൈനസ് 4 ഇൻറ്റു r എന്ന് പറയുന്നത് 50/3π. ഇതാണ് x3. ഇനി y3 എത്രയായിരിക്കും? y3 എന്ന് പറയുന്നത് ഇവിടം മുതൽ ഇതിൻ്റെ സെൻട്രോയിഡ് വരെയുള്ള ഡിസ്റ്റൻസ്. ഇവിടെ മുതൽ ഇവിടം വരെ 25 ആണ്. ഇവിടെ മുതൽ ഇവിടം വരെ 50 ആണ്. അപ്പോൾ ടോട്ടൽ എന്ന് പറയുന്നത് 75 വരും. ഇനി a3 എന്ന് പറയുന്നത് എത്രയായിരിക്കും? a3 എന്ന് പറയുന്നത് πr² / 2 π ഇൻറ്റു 50² / 2. ഇനി ഇത് നമ്മുടെ എക്സ് ബാറിൻ്റെയും വൈ ബാറിൻ്റെയും ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നത് ബാർ ഈക്വൽ ടു 97.2128 എന്നും വൈ ബാർ എന്ന് പറയുന്നത് 68.519 എന്ന് കിട്ടും. അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കുക. ഇനി അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവാം. സോ നെക്സ്റ്റ് ഫിഗറിനെ നമുക്ക് 3ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഈ വലിയ ഒരു ട്രയാങ്കിൾ ആണ്. അത് ഫസ്റ്റ് ഫിഗർ. സെക്കൻഡ് ഫിഗർ എന്ന് പറയുന്നത് ഞാൻ ഈ സെമി സർക്കിളിനെ എടുക്കുന്നത്. അത് സെമി സർക്കിൾ 2. പിന്നെ മൂന്നാമത്തെന്ന് പറയുന്നത് ഈ രണ്ട് ഫിഗറിനെയും കമ്പൈൻ ചെയ്തിട്ട് അതിൽ നിന്ന് റിമൂവ് ചെയ്യുന്ന പാർട്ട്, അതാണ് സർക്കിൾ. അത് തേർഡ് പാർട്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പാർട്ട് നമുക്ക് നോക്കാം. ഇതിൻ്റെ ആക്സസ് സെലക്ട് ചെയ്യാൻ പോകുന്നത് നമ്മൾ ലെഫ്റ്റ് മോസ്റ്റ് വൈയും ബോട്ടം മോസ്റ്റ് അതിൻ്റെ എക്സും ആണ്. അപ്പോൾ ഇത് വൈയും ഇത് എക്സും ആണ്. അപ്പോൾ ഫസ്റ്റ് ഫിഗർ നോക്കാം. ഫസ്റ്റ് ഫിഗർ എന്ന് പറയുന്ന ട്രയാങ്കിളാണ്. ആ ട്രയാങ്കിൾ ഇങ്ങനെ ഇരിക്കുന്നത്. ട്രയാങ്കിളിൻ്റെ ഇങ്ങനെയാണ് നമ്മുടെ എക്സും വൈയും ആക്സസ്. അപ്പോൾ ഇതിൻ്റെ സെൻട്രോയിഡ് എന്ന് പറയുന്നത് ഇവിടെ വരും. അപ്പോൾ x1 എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസ് ആണ്. x1 എന്ന് പറയുന്നത് എത്ര വരും? ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 80 ആണ്. ഇത് തന്നിട്ടുണ്ട് 80/3 ആയിരിക്കും. 80/3 ആയിരിക്കും. അതേപോലെ y1 എന്ന് പറയുന്നത് എത്രയാണ്? ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് ആണ്. ഇത് ടോട്ടൽ 60 ആണ്. അപ്പോൾ 60/3 ആണ് ഇത്. ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 60/3 ആണ്. ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ സെമി സർക്കിളിൻ്റെ ഡയമീറ്റർ ആണ് 80. അപ്പോൾ സെമി സർക്കിളിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് എത്രയും 40 ആയിരിക്കും. അപ്പോൾ 40 + 60/3. 60/3 20, 40 + 20 അതായത് 16 വരും. 40 + 60/3 എന്ന് തന്നെ എഴുതാം. ഓക്കെ, ഇനി അടുത്ത ഇതിൻ്റെ A1 എന്ന് പറയുന്നത് ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ 1/2 × 60 × 80. ഇതാണ് അതിൻ്റെ ഏരിയ. ഇനി സെക്കൻഡ് ഫിഗർ നോക്കാം. സെക്കൻഡ് ഫിഗർ എന്ന് പറയുന്നത് ഒരു സെമി സർക്കിളാണ്. അപ്പോൾ സെമി സർക്കിളിൻ്റെ നമ്മൾ ആക്സിസ് ഒക്കെ വരയ്ക്കുന്നു. അപ്പോൾ നമുക്കറിയാം ഇവിടെ നിന്ന് ഇതിവിടെ ആയിരിക്കും ജി വരുന്നത്. സോറി, അതിൻ്റെ ജി എന്ന് പറഞ്ഞാൽ സെൻട്രോയിഡ്. അപ്പോൾ x2 y2 ആണ് ഞാൻ മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് ആണ് x2. ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് ആണ് y2. ഓക്കെ, അപ്പോൾ x2 എന്ന് പറയുന്നത് ഇതിൻ്റെ റേഡിയസ് തന്നെ ആയിരിക്കും. അപ്പോൾ x2 എന്ന് പറയുന്നത് എനിക്ക് കിട്ടാൻ പോകുന്നത് 40 തന്നെ ആയിരിക്കും. 80 ആണ്. അപ്പോൾ അതിൻ്റെ പകുതി 40. y2 എന്ന് പറയുന്നത് എനിക്കറിയാം ഇവിടെ തൊട്ട് ഇവിടം വരെയുള്ള ഹൈറ്റ് 40. 40യിൽ നിന്ന് ഈ മോളിൽ നിന്ന് താഴോട്ടേക്ക് 4r/3π ആണ്. അപ്പോൾ 40യിൽ നിന്ന് 4r/3π കുറയ്ക്കുക. അപ്പോൾ 40 - 4 × r എന്ന് പറഞ്ഞാൽ 40 / 3π. ഇനി A2 അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എത്രയായിരിക്കും? πr² / 2 ആണ്. അപ്പോൾ π × r² എന്ന് പറയുന്നത് 40² / 2. ഇനി തേർഡ് ഫിഗർ നോക്കാം. തേർഡ് ഫിഗർ എന്ന് പറയുന്നത് നമുക്ക് സർക്കിളാണ്. ഓക്കെ, സർക്കിൾ കറക്റ്റ് ഇതിൻ്റെ ഈ 80യുടെ കറക്റ്റ് സെൻട്രലാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 40 ആയിരിക്കും. അത് തന്നെയാണ് ഇതിൻ്റെ x3. ഇനി ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഹൈറ്റ് എന്ന് പറയുന്നത് ആക്ച്വലി അത് 40 തന്നെയായിരിക്കും. അപ്പോൾ x3യും y3യും എത്ര തന്നെ വന്നു? 40 തന്നെ വന്നു. അപ്പോൾ x3യും y3യും 40 തന്നെ കിട്ടി. x3 = 40, y3 = 40. ഇനി ഇതിൻ്റെ ഏരിയ A3 πr² ആണ്. π × 20². 20 ആണ് അതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത്. അപ്പോൾ 20 × 20². ഇനി ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എക്സ് ബാറും വൈ ബാറും എത്ര കിട്ടുമെന്ന് നോക്കാം. എക്സ് ബാർ എന്ന് പറഞ്ഞാൽ A1 x1 + A2 x2 - A3 x3 / A1 + A2 - A3. ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്ന വാല്യൂ എക്സ് ബാർ = 31.249 എന്നും y ബാർ = 41.45 എന്നും കിട്ടും. സോ
സോ ഹോപ്പ് എല്ലാവർക്കും ഈ ചെയ്തിരിക്കുന്ന ന്യൂമറിക്കൽസ് എല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിരുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക. പിന്നെ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ അല്ലെങ്കിൽ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ എല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക് യു ഫോർ വാച്ചിങ് അവർ വീഡിയോ. അടുത്ത വീഡിയോ വരുന്നത് വരെ നമസ്കാരം.